വിശ്വാസികളെ, പരിശുദ്ധനായ ലൂക്കോസ് ഏവങ്കലിസ്ത എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവികമാവുന്ന അധികാരത്തെയും അവൻ്റെ കരുണയും വ്യക്തമായി കാണിക്കുന്നു. കഫർന്നഹൂമിലെ ദേവാലയത്തിൽ ഒരു മനുഷ്യൻ അശുദ്ധാത്മാവിനാൽ പീഡിതനായിരുന്നു. യേശു അവനെ മോചിപ്പിച്ചു. പിന്നീട് പല രോഗികളെയും യേശുതമ്പുരാൻ സൗഖ്യം നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3 പ്രധാന ആത്മീയ ചിന്തകളാണ് ഈ വേദഭാഗത്തിൽ കൂടെ കാണാൻ സാധിക്കുന്നത്. 1. ക്രിസ്തുവിൻ്റെ അധികാരമുള്ള വചനം. 2. അശുദ്ധാത്മാവിനുള്ള ജയം. 3. സൗഖ്യത്തിൻ്റെ ദൈവികമാവുന്ന കരുണ. ഈ 3 ചിന്തകളിൽ നിന്ന് 5 ഇൻസൈറ്റുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1. അധികാരമുള്ള വചനം. അശുദ്ധാത്മാവ് യേശുവിനെ കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞു, "നീ ദൈവത്തിൻ്റെ വിശുദ്ധനാകുന്നു." യേശു അവനെ ശാസിക്കുന്നു, "മിണ്ടാതിരിക്കുക, ഇവനിൽ നിന്ന് പുറപ്പെട്ടു പോകുക" എന്ന്. പരിശുദ്ധ വട്ടശ്ശേരി ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനി പറയുന്നുണ്ട്, ദൈവവചനം ജീവനും ശക്തിയുമുള്ളതാണ് എന്ന്. അത് മനുഷ്യനെ മാറ്റാൻ കഴിയുന്ന ദൈവിക ശക്തിയാണ് എന്ന്. ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ അനവധി മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2. അശുദ്ധാത്മാവിനുള്ള ജയം. അശുദ്ധാത്മാവ് മനുഷ്യനെ തളർത്തിയെങ്കിലും യേശുവിൻ്റെ അധികാരത്തിനു മുമ്പിൽ അത് പരാജയപ്പെട്ടു. പരിശുദ്ധ പരിമല തിരുമേനി പറയുന്നൊരു കാര്യമാണ്, ദൈവസന്നിധിയിൽ ഇരുണ്ട ശക്തികൾക്ക് സ്ഥലമില്ല എന്ന്. ക്രിസ്തുവിനോടുമായി ബന്ധപ്പെട്ടിരിക്കുന്നവൻ പരിശുദ്ധ ഒരു തിരുവഴി ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന്. ദൈവത്തിൻ്റെ കരുണ മനുഷ്യൻ്റെ വേദനയെ പഠിപ്പിക്കുമ്പോൾ സൗഖ്യം. 3-ാമത്തെ ചിന്ത എന്നത് സൗഖ്യമുള്ളവരെ ദൈവം നമ്മെ വ്യക്തിപരമായി അറിയുന്നു. വീണ്ടും നമ്മൾ അറിയാതെ നമ്മൾ സ്പർശിക്കുന്നു. യേശുതമ്പുരാൻ നാം അറിയാതെ രോഗികളെ ആന്തരികമാവുന്ന ഓരോരുത്തരുടെ മേൽ കൈവച്ചു. 4-ാമത്തെ ചിന്ത എന്നുള്ളത് ക്രിസ്തുവിനെ ശരിയായി അറിയുക എന്നുള്ളതാണ്. അശുദ്ധാത്മാക്കൾ പോലും യേശുവിനെ ദൈവപുത്രൻ എന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ യേശു അവരെ ശാസിക്കുകയാണ് ചെയ്യുന്നത്. ശരിയായ തിരിച്ചറിവ് വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിൽ അനുസരണത്തിലും പ്രകടനമാക്കണം എന്ന് യേശുതമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നു. 5. ശുശ്രൂഷകളുടെ തുടർച്ച. രാത്രിയാകുമ്പോഴും ആളുകൾ യേശുവിൻ്റെ അടുക്കൽ രോഗികളെ കൊണ്ടുവന്നു. യേശുവിൻ്റെ മനസ്സറിഞ്ഞുള്ള ശുശ്രൂഷയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ദൗത്യം മനുഷ്യനെ സമഗ്രമായി പുതുക്കലാണ് എന്ന പരിശുദ്ധ പരിമല തിരുമേനി പറയുന്നത് ഓർമ്മ വരുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ദൗത്യം ഇന്നും പരിശുദ്ധ സഭയിലൂടെ തുടരുകയാണ്. അത് നമ്മളിലൂടെയും നമ്മളറിയാതെയും സംഭവിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. 5 ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. 1. ക്രിസ്തുവിൻ്റെ വചനം ശക്തിയുള്ളതാണ്. 2. ദൈവം അശുദ്ധാത്മാക്കളുമേൽ ജയം നൽകുന്നു. 3. ദൈവത്തിൻ്റെ കരുണ സൗഖ്യം നൽകുന്നു. 4. ക്രിസ്തുവിനെ ജീവിതത്തിൽ അംഗീകരിക്കുന്നവരാകണം. 5. സഭയിൽ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ തുടരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വചനത്തിന് എന്ത് സ്ഥാനമാണ് നാം നൽകുന്നതെന്ന് സ്വയം ചിന്തിക്കണം. അനുദിന ജീവിതത്തിൽ ദൈവവചനങ്ങളും ദൈവമർമ്മരങ്ങളും ജീവിതത്തിൽ സാഫല്യമാക്കുവാൻ സംഗതിയായിത്തീരണം. അപ്പോൾ ക്രിസ്തു നമ്മെ മോചിപ്പിക്കും. ക്രിസ്തു നമുക്ക് സൗഖ്യം നൽകും. ക്രിസ്തു നമുക്ക് ദൈവികമാവുന്ന സമാധാനവും അനുഗ്രഹങ്ങളും നൽകും. ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ നാം പുതുക്കപ്പെട്ട നവജീവിതത്തിൻ്റെ വക്താക്കളാകുവാൻ സംഗതിയായിത്തീരട്ടെ.